നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ ആവേശത്തിലായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മോദിയും കൂട്ടരും ഉണ്ടായത്. നിലത്തൊന്നുമായിരുന്നില്ല സത്യം പറഞ്ഞ നിന്നത്. 400 സീറ്റ് പുഷ്പം പോലെ കൈവള്ളയിലാക്കി ചരിത്രം സൃഷ്ടിക്കാമെന്നായിരുന്നു സ്വപ്നം. അവസാനം ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ചെയ്ത അവസ്ഥയായിരുന്നു ഫലം പുറത്തു വന്നപ്പോൾ ഉണ്ടായത്. കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാനാവാതെ സഖ്യകക്ഷികളുടെ കാലു പിടിച്ചു നടക്കുന്ന മോദിയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് കണ്ടത്. സഖ്യകക്ഷികളെ കൂടെ കൂട്ടാൻ പെടാപ്പാട് പെടുകയായിരുന്നു മോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നാൽ അവസാനം യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനവും സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും കണ്ടെത്തി. അപ്പോഴും ബാക്കി നിൽക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും NDAക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഭരണം പോലും തുലാസിൽ നിൽക്കുമ്പോൾ ഇതാ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും വകുപ്പ് വിഭജനത്തിൽ തീരുമാനമാകാതെ NDA കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. റെയിൽവേ വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ JDU ഉറച്ചു നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ മന്ത്രിസഭയിൽ ഇടം നേടിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നദ്ദയ്ക്ക് പകരം ശിവരാജ് സിംഗ് ചൗഹാൻ BJP അധ്യക്ഷനാകും. അതേസമയം കേന്ദ്രമന്ത്രിയായി ലലൻ സിംഗിനെയാണ് JDU നിർദ്ദേശിച്ചിരിക്കുന്നത്. JDUവിന്റെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് ലലൻ സിംഗ്. TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യമാണ് BJPക്ക് മുന്നിൽ കീറാമുട്ടായി നിൽക്കുന്നത്. ലോക്സഭാ സ്പീക്കർ സ്ഥാനമാണ് TDPയുടെ ആവശ്യം. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഇത്രയും അധികാരമുള്ള ലോക്സഭാ സ്പീക്കർ സ്ഥാനം സഖ്യകക്ഷികൾക്ക് നൽകേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച് BJPയിൽ ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചകളൊക്കെ പൊട്ടിത്തെറിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ പ്രധാന വകുപ്പുകളെല്ലാം BJP കൈവശം വെച്ചുകൊണ്ട് ആ വകുപ്പുകളിലെ സഹമന്ത്രി സ്ഥാനം ഘടകകക്ഷികൾക്ക് നൽകാമെന്നായിരുന്നു പദ്ധതി. എന്നാൽ ആ നിലപാടുകളിൽ മാറ്റമില്ലാതെ വന്നതോടെ ഘടകകക്ഷികളുമായുള്ള ചർച്ച രാജ്നാഥ് സിംഗും അമിത്ഷായും തുടരുകയാണ് എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്.